ഇന്നത്തെ കത്ത് വായിക്കാം. എവിടെ നിന്നാണ്? വൈക്കത്ത് നിന്നാണ്. ആരാ അയച്ചിരിക്കുന്നത്? നിത്യയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. ശരി. വളരെ പ്രയോജനപ്രദമായ പ്രോഗ്രാമാണ്. സന്തോഷം. ഞാനിത് എഴുതുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഒരു മകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ പിരിഞ്ഞു താമസിക്കുന്നു. ഡൈവേഴ്സിന് ശ്രമിക്കുന്നു. അതിനും തടസ്സങ്ങളാണ്. എനിക്ക് വേറെ വിവാഹ ജീവിതം ഉണ്ടാകുമോ? നക്ഷത്രം, ഗ്രഹനില എന്നിവ ചേർക്കുന്നു. പുനർവിവാഹയോഗമായ പുനർഭൂയോഗമോ അല്ലെങ്കിൽ ബന്ധം പിരിയാനോ വേർപിരിയൽ ഇത്യാദി കാര്യങ്ങൾ ഇല്ലാത്തൊരു ജാതകമാണ്. അപൂർവം ചില വ്യക്തികൾക്ക് ചില മത അടിസ്ഥാനത്തിലും ചില ജാതീയ അവസ്ഥയിലും ഇപ്രകാരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് മരിച്ചു പിരിയുന്നതല്ലാതെ വേറെ പിരിയാൻ കോടതിക്കോ അല്ലെങ്കിൽ പിരിച്ചുവിടാൻ മറ്റ് അധികാരികൾക്കോ നിയമത്തിനോ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ല, ഏത് കൂട്ടത്തിലാണെങ്കിലും ജനിച്ച ലഗ്നത്തിൻ്റെ 7-ാം ഭാവം മകരരാശിയാകുകയും ആ നീചഗ്രഹത്തിൽ നീചവ്യാഴം ഗ്രഹം കാണപ്പെടുകയും ചെയ്താൽ, അതായത് മകരരാശിയിൽ വ്യാഴഗ്രഹം 7-ാം ഭാവം സ്വീകരിച്ച് ഉള്ള ലഗ്നം ഉള്ള സ്ത്രീ, പുരുഷ, പണ്ഡിത, പാമര, കുബേര, കുചേല, ജാതിമത, സ്ത്രീ പുരുഷ ഭേദമന്യേ, സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ഏത് ജാതിയായിരുന്നാലും മതമായിരുന്നാലും ഏത് വർഗമായിരുന്നാലും ഏത് വർണ്ണമായിരുന്നാലും ഏത് ഗോത്രമായിരുന്നാലും പണ്ഡിതനായിരുന്നാലും പാമരനായിരുന്നാലും കുബേരനായിരുന്നാലും കുചേലനായിരുന്നാലും ഏവർക്കും ബാധകമാണ്. ജനിച്ച ലഗ്നത്തിൻ്റെ 7-ാം ഭാവം മകരരാശി ആവുകയും വ്യാഴഗ്രഹം ഒത്താശകളില്ലാതെ മറ്റ് ഗ്രഹങ്ങളുടെ പിൻബലമില്ലാതെ ദൃഷ്ടികളില്ലാതെ നിൽക്കുകയും കാണപ്പെട്ടാൽ ആ ബന്ധത്തിന് കൈപ്പേറിയ ദാമ്പത്യ ബന്ധമെന്നും അതുപോലെ തന്നെ കലഹം എന്നും രാപകൽ കലഹിച്ചുകൊണ്ട് ആ ജീവിതം മുന്നോട്ട് പോകണമെന്നും വൈരം ആയുഷ്കാലം കീരിയും പാമ്പും പോലെ കഴിയത്തക്ക നിലയിലുള്ള ദേഷ്യമായിട്ട് ആ ബന്ധം എന്ത് സംസാരിച്ച ദേഷ്യമായിട്ട് തീരുക, കണ്ണുകൊണ്ട് കണ്ടാൽ കാതുകൊണ്ട് കേട്ടാൽ ഒക്കെ ദേഷ്യം പരസ്പരം ഉണ്ടാകുക, കലഹം, വൈരം, യുദ്ധം, അതായത് കോടതി കച്ചേരിയായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അടിപിടി, ബഹളം, സ്ത്രീ പീഡനം, സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയുള്ള ഏത് പീഡനത്തിനും ഇരയാക്കപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്ന അവസ്ഥ. അപ്പോൾ കലഹം, വൈരം, യുദ്ധം, മൃതി, മരിച്ചു പിരിയുക, അതിലെന്നും രോഗമായിട്ട് കഴിയുക, ഏതെങ്കിലും അസുഖങ്ങൾ പിടിപെടുക, തുടർന്ന് മറ്റ് അസുഖങ്ങൾ പിടിപെടുക, ദമ്പതികളിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ തീരാതെ എപ്പോഴും ഒരു 2-3 അലമാര നിറച്ചും മരുന്നുകളും കാര്യങ്ങളുമായിട്ട് വരിക, ഒരു ദിവസം പോലും രോഗങ്ങൾ മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കാണാൻ വയ്യാതെ വരിക. അപ്പോൾ കലഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം എന്നും ദാരിദ്ര്യ ദുഃഖം ആയിട്ട് വരിക, എത്ര ധനം വന്നാലും ഇരിക്കാതെ വരികയും ദാരിദ്ര്യം ആ കുടുംബത്തിൽ നിന്ന് മാറാതെ വരികയും ഒക്കെ ചെയ്യുക. ഇതാണ് 7-ൽ വ്യാഴം മകരരാശി പൂണ്ട് നിൽക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, കുബേരനെന്നോ കുചേലനെന്നോ ഉള്ള വ്യത്യാസമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, രാജ്യാന്തര ഭേദമന്യേ ഏവർക്കും ബാധകമാണ്. നീചരാശിയിൽ വ്യാഴം നീചനായി 7-ാം ഭാവം ദാമ്പത്യം, വിവാഹം സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ, ശുഭഗ്രഹങ്ങളുടെ പിൻബലമില്ലാതെ, പിന്തുണയില്ലാതെ, മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ നോട്ടമോ യോഗബലങ്ങളോ ഇല്ലാതെ കാണപ്പെട്ടാൽ ഇവയാണ് അതിൻ്റെ ഫലം. അതിനെന്താണ്? കാഠിന്യം കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ, തീർത്തും മാറ്റാൻ പറ്റുന്നതല്ല. വ്യാഴാഴ്ച ദിവസം വിഷ്ണുപ്രീതി വരുത്തുക, യഥാശക്തി വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക, സ്ഥിരമായി മഞ്ഞ പുഷ്പരാഗം ധരിക്കുക,
അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക. സാധുക്കൾക്ക് വ്യാഴാഴ്ച ദിവസം അന്നപാനാദികൾ ചെയ്യുക. ഔഷധങ്ങൾ, അതിന് മാർഗമില്ലാത്തവർക്ക് അതിനുള്ള ധനം കൊടുക്കുക. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിക്കാവുന്ന കാര്യങ്ങളെല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. പുരുഷ സൂക്തം എന്ന കർമ്മങ്ങളോ ഹോമവിധികളോ പൂജാവിധികളോ ദോഷശക്തിക്കനുസരണമായ രീതിയിൽ ചെയ്യുക. ഈ വക കാര്യങ്ങളെല്ലാം കൂടിയും ചെയ്യാം. ഇപ്രകാരം ഒക്കെ ചെയ്ത് കാഠിന്യങ്ങൾ കുറഞ്ഞു, അല്ലെ കുറവുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് കണ്ടാൽ വീണ്ടും ദേവാമൃതത്തിലോട്ട് കത്തെഴുതുക.